ഒന്ന് രണ്ട് വാക്കുകളിൽ ഞങ്ങളുടെ സാക്ഷ്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു. एक दो शब्द में मैं अपना गवाही बोलते हुए मैं वचन में जाना എന്റെ चाहता വലിയൊരു हूँ. സാക്ഷിയാണ്. मेरा बहुत ही बड़ा एक गवाही है. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. यूट्यूब में बहुत पड़ा हुआ പക്ഷെ है. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. आपके विश्वास को बढ़ाने के लिए एक दो चीज मैं बताकर आगे बढ़ना ഈ चाहता हूँ. ദൈവദാസന്മാരുടെ മകനായി ജനിച്ചു വളർത്തുകൊണ്ട് ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയ ആളല്ല ഞാൻ. ये परमेश्वर के दास का बच्चा होकर जन्म होने के बावजूद उसके वजह से वचन लेकर चलने वाला व्यक्ति नहीं था मैं. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു കാലഘട്ടം എനിക്കുണ്ട്. परमेश्वर से दूर हुआ एक समय था मेरे जीवन में. ഞാൻ 95-ലാണ് ഗൾഫിലേക്ക് കടന്നു പോകുന്നത്. 95 में मैं गल्फ में गया था. അങ്ങനെ അവിടെ ചെന്ന് 2000-ന് ശേഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 2000 के बाद जो है मेरा शादी हुआ. അതിനുശേഷമാണ് ഞങ്ങളൊരു ബിസിനസ് ദുബൈ പട്ടണത്തിൽ ആരംഭിക്കുന്നത്. उस समय में जो है हमारा बिजनेस भी शुरू हुआ. ആ ബിസിനസ് തുടങ്ങിയത് ഒറ്റ ഒരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. वो बिजनेस का एक लक्ष्य था मेरे लिए. ഞങ്ങളുടെ പിതാക്കന്മാർ നഷ്ടപ്പെടുത്തി എല്ലാം തിരിച്ചു പിടിക്കണം. मेरे पिता ने जो कुछ नष्ट किया वो सब मुझे वापस लौटा कर लेना है. അവരെന്താ നഷ്ടപ്പെടുത്തിയത്? उन्होंने क्या नष्ट किया था? അവർ മദ്യപിച്ച് പൈസ കളഞ്ഞതാണോ? उन्होंने दारू पीकर क्या पैसा गवाया? അല്ല. नहीं. അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്തു. उन्होंने परमेश्वर की जो सेवा के लिए उन्होंने देकर उन्होंने नष्ट किया. ഒരു വ്യക്തി പോലും എന്ന് ആവശ്യം പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്നല്ല പറയുന്നത്, അവർക്ക് ഉള്ളത് കൊടുത്ത് അവരെ സഹായിക്കുമായിരുന്നു. अगर किसी ने कोई जरूरत के साथ वो आए रहते उनको प्रार्थना करके नहीं बेचते, बट जो था उनके हाथ में वो दे देते थे. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ പ്രതിസൊത്തില്ലാതായി മാറി. इसकी वजह से क्या हुआ, हमारे बच्चे और पोते जो भी है उनके लिए कोई जो ट्रेशर जो संपद नहीं था. പക്ഷെ ഞങ്ങൾക്ക് മുഴുവൻ സമ്പത്തും കർത്താവിന്റെ സന്നിധിയിൽ അവർ സ്വരൂപിച്ചു. पर जो कुछ है परमेश्वर के जो स्वर्ग में वो लोग ने निक्षेप करके പക്ഷെ ഇത് रखा. മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിച്വൽ ചിന്തയിലൊന്നും അല്ലായിരുന്നു ഞങ്ങള്. ये एक समझने के लिए एक आत्मिक जो विचार में हम नहीं थे तभी. അതൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള കാരണം. वो सब चीजें जो है परमेश्वर से हमको दूर करवाने की एक कारण बन गई. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതെയാണ് ഞാൻ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിയതും. परमेश्वर के साथ एक व्यक्तिगत रूप में कोई रिश्ता नहीं था उस समय में मैं ഞാൻ बिजनेस പറഞ്ഞില്ലേ, में എൻ്റെ गया. സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ അതൊന്നും മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും. मैंने कहा जैसे कि मेरा बहुत ही बड़ा एक गवाही है, वो पूरा मैं नहीं कहूंगा, दो तीन बोलकर मैं आगे बढ़ना चाहता ചുരുക്കത്തിൽ हूँ. ഞാൻ പറയാം, ദൈവമില്ലാത്തവനായി ജീവിച്ച എൻ്റെ ജീവിതം ഏകദേശം 10-12 വർഷക്കാലം മുന്നോട്ട് പോയി. 10-12 साल तक परमेश्वर के बिना जीकर मेरा ऐसा लाइफ जो है आगे बढ़ते പക്ഷെ गया. ദൈവത്തിന്റെ ആ മഹാസ്നേഹം എന്നോടുണ്ടായിരുന്നത് കൊണ്ടും ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നം, ഒരു ഡ്രീം ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ദൈവത്തിന്റെ പിടി എന്നെ മേൽ വീണു. परमेश्वर का बहुत बड़ा प्रेम मेरे ऊपर था और परमेश्वर का बहुत बड़ा एक ड्रीम, एक सपना मेरे अंदर था. इसके वजह से परमेश्वर ने मुझे छुआ. പിശാച് പലവട്ടം തകർക്കാൻ ശ്രമിച്ചായിരുന്നു. बहुत बार शैतान ने मुझे तोड़ने के लिए प्रयास किया. എന്നാൽ ദൈവത്തിന്റെ വ്യത്യസ്തമായ എൻകൗണ്ടറിൽ കൂടെ കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്നു. परमेश्वर ने पर एक व्यत्यस्त रूप का एक एनकाउंटर के द्वारा मुझे और मेरे कुटुंब को बाहर निकाला. ഹല്ലേലൂയ. आमेन. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ ദൈവവുമായിട്ട് അകന്ന് ജീവിക്കുന്ന സമയം ആ ദൈവത്തിന്റെ ഒന്നാമത്തെ എൻകൗണ്ടറിൽ കൂടി കർത്താവിനെ അടുപ്പിച്ചു. मैंने जैसे कहा परमेश्वर के दास जो है दूर थे परमेश्वर से, और उस समय में ही एक एनकाउंटर के द्वारा परमेश्वर ने मुझे ഞാൻ बुलाया. വീണ്ടും ദൈവത്തിന്റെ ട്രാക്കിലേക്ക് വീഴാത്തതുകൊണ്ട് രണ്ടാമത്തെ എൻകൗണ്ടർ ഉണ്ടായി. फिर वापस से एक मैं ट्रैक में नहीं था, इसकी वजह से दूसरा एक एनकाउंटर എന്റെ हुआ. ബിസിനസിനെ കർത്താവ് അടിച്ചു തകർത്തു. ഞാൻ ജയിലിലേക്ക് പോയി. मेरे बिजनेस को नाश कर दिया और मैं जेल में चला അത് गया था. സെക്കൻഡ് എൻകൗണ്ടർ ആയിരുന്നു. वो രണ്ടാമത്തെ सेकंड एनकाउंटर था मेरे അതിന്റെ जीवन में. അകത്തും ദൈവം ആളിനെ അയച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നു. उस समय में भी परमेश्वर ने लोगों को बेचकर मुझे वहां से छुड़ाया. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എൻകൗണ്ടർ. उसके बाद तीसरा एनकाउंटर. ഈ ദൈവത്തിന്റെ വചനം മുഴുവൻ സമയം എടുപ്പിക്കാൻ വേണ്ടി മൂന്നാമത്തെ എൻകൗണ്ടർ. ये तीसरा एनकाउंटर जो था परमेश्वर का वचन पूरी तौर से लेने के लिए एक एनकाउंटर था. ഈ മൂന്നാമത്തെ എൻകൗണ്ടർ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വചനത്തിലേക്ക് കടക്കാൻ ये ആഗ്രഹിക്കുന്നു. तीसरा एनकाउंटर सिर्फ मैं कहकर आगे वचन में जाना प्रवेश करना चाहता हूँ. 2016 ജനുവരി മാസമായിരുന്നു. 2016 जनवरी के महीने में ഞാൻ എൻ്റെ വൈഫ് അപ്പോൾ ഞങ്ങൾ ബിസിനസ് എല്ലാം വിട്ട് വൈഫ് ജോലി ചെയ്യുന്ന സമയമാണ്. मेरा वाइफ ने जो हम सब जो है बिजनेस सब छोड़कर हम काम कर नौकरी करने का एक समय था. അപ്പം സഹോദരിക്ക് ജോലി കിട്ടിയത് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. उनकी जो वाइफ को काम लगकर बहुत 2-3 दिन ही हुआ था. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ജോയിൻ ചെയ്യും പുതിയ ജോലിക്ക്. 2-3 दिन के बाद मैं भी ज्वाइन करने वाला था. ബിസിനസ് വിട്ടിട്ട് ആദ്യമായിട്ട് മറ്റൊരു അണ്ടറിൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. बिजनेस को छोड़कर पहले बार हम किसी के नीचे जो है काम करने के लिए जा रहे थे. അപ്പം ഞാൻ വൈഫ് ജോലിക്ക് പോയി. അന്നത്തെ ദിവസം ഞാൻ വൈഫിനെ കൊണ്ട് വിട്ടു.
वाइफ ने जो काम के लिए गए और मैं उनको जाकर छोड़कर आया। ഞാൻ തിരിച്ച് ഇങ്ങനെ നടന്ന് കാർ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ मैं वापस जब लौटकर कार पार्किंग के वहां मैं प्रवेश कर रहा था പെട്ടെന്ന് तब എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. जल्दी से मेरा ईयर बैलेंस जो है वो खो गया था। എനിക്ക് അങ്ങനെ ഒരു അസുഖവും ഇല്ല, ഒരു രോഗമില്ല. मुझे तभी कोई बीमारी नहीं थी। പക്ഷെ പെട്ടെന്ന് എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. जल्दी से मेरा ईयर बैलेंस जो है वो नष्ट हो गया था और मैं ऐसे घूमते रह रहा था। സാധാരണ ഇയർ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത്. जो नॉर्मली क्या होता है, ईयर बैलेंस अगर खो गया हो तो हमारा भूमि जो है ऐसा घूमते हुए हमें नजर आता ഇത് है। ഭൂമി കറങ്ങുന്നതിന് പകരം ഞാൻ കറങ്ങാൻ തുടങ്ങി. पृथ्वी घूमने के बगैर मैं घूमने लग गया था। അങ്ങനെ കറങ്ങി 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 എൻ്റെ കാല് കയറ് പിരിയുന്ന പോലെ ട്വിസ്റ്റ് ആയി പോയി. जो घूमते घूमते मेरा पैर जो है रस्सी जो ट्विस्ट होता है वैसे मेरा पैर ट्विस्ट हो गया। എൻ്റെ ഈ വലത് കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് പിരിഞ്ഞു പോയി. मेरा जो पैर है वो दो होकर ऐसा टूट गया। ഉടൻ തന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ട് ഞാൻ അവിടെ താഴെ വീണു. मेरा पूरी तौर से होश चला गया था और मैं वहां नीचे गिर ഉടൻ തന്നെ गया था। പോലീസ് ആംബുലൻസ് വന്ന് അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി. एम्बुलेंस आया और वहाँ के मेडिकल कॉलेज में मुझे लेकर गए। 4 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. 4 घंटा जो बड़ा एक ऑपरेशन था। ഈ സൈഡിൽ ടൈറ്റാനിയം പ്ലേറ്റ്, ഈ സൈഡിൽ ടൈറ്റാനിയം പ്ലേറ്റ്. ये साइड में टाइटेनियम प्लेट और ये साइड में टाइटेनियम ഈ प्लेट। ടൈറ്റാനിയം പ്ലേറ്റ് ഇടുന്നതിന്റെ കാര്യം ജീവിതകാലം മുഴുവനുള്ള പ്ലേറ്റ് ആണ് ഈ ടൈറ്റാനിയം ये പ്ലേറ്റ്. टाइटेनियम प्लेट पूरा जीवन भर का एक लगाने की एक चीज थी। അത് അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. उसको निकाल नहीं सकते കാരണം വെച്ചാൽ എൻ്റെ കാല് രണ്ടായി പോയത് കൊണ്ട് ടൈറ്റാനിയം പ്ലേറ്റ് ഇഞ്ചസ് ഇട്ടാണ് ഈ കാല് ജോയിന്റ് ചെയ്തിരിക്കുന്നത്. क्योंकि मेरा 2 भाग में पैर हो गया था, इसकी वजह से इंचेस डालकर उसको जॉइन किया गया था। 14 സ്ക്രൂ ഇവിടെ, 14 സ്ക്രൂ ഇവിടെ. 14 स्क्रू इधर, 14 स्क्रू इधर। കാല് ഫിറ്റ് ചെയ്തു. पैर को फिट किया। ഏറ്റവും നല്ല ഫിക്സിങ്, बहुत अच्छा फिक्सिंग, ഏറ്റവും നല്ല ഡോക്ടർ बहुत अच्छे डॉक्टर थे वहाँ के। എന്നെ റിക്കവറി റൂമിലേക്ക് മാറ്റി. मुझे रिकवरी रूम में उन्होंने हटा അവിടെ दिया। ആരുമില്ല, എല്ലാരും പോയി, ആരും നിൽക്കാൻ പറ്റത്തില്ല. वहाँ कोई नहीं था, वहाँ कोई रुक नहीं सकता, सब चले गए थे। ഞാൻ അവിടെ കിടന്ന് ദൈവത്തോട് ചോദിച്ചു, मैं वहाँ बैठकर परमेश्वर से पूछा, കർത്താവേ എനിക്ക് എന്താ പറ്റിയത്? परमेश्वर मेरे साथ क्या हुआ? ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. मैं परमेश्वर के हित के हिसाब से करने वाला एक इंसान हूँ। പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് ഈ വചനം എടുത്ത് പ്രസംഗിക്കാൻ താല്പര്യമില്ല. पर मेरा एक ही प्रश्न है, एक ही प्रॉब्लम है कि मैं ये वचन लेकर सेवकाई करना नहीं അതോ चाहता। മറ്റൊന്നുമല്ല, എൻ്റെ അപ്പനോടൊക്കെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനം എടുക്കത്തില്ല. और कुछ नहीं, मैंने मेरे पिता को भी कहा है ये चीज कि मैं ये वचन को लेकर कभी सेवकाई नहीं അങ്ങനെ करूंगा। വെല്ലുവിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ്. ऐसा जो है ललकारते हुए मैंने कहा അപ്പൊ है। ദൈവത്തിന്റെ പരിപാടി എടുക്കത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് ദൈവം എടുപ്പിക്കും. इसलिए परमेश्वर का भी ऐसा योजना होता है कि जिसने कहा है कि नहीं लेंगे उनके द्वारा ही वो वचन लेकर അപ്പൊ आएंगे। ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ये सब चीजें मेरे मन के अंदर था। നമ്മുടെ ഈ ഏറ്റവും വലിയ സ്വഭാവം എന്നറിയാമോ? हमारे सबसे बड़ी एक स्वभाव क्या है? ഞാൻ ഇല്ലാതാകണം, ഞാൻ ഇല്ലാതാകണം. मैं जो है वो नहीं होना चाहिए। Praise the Lord. ഇത് നമ്മളെ സമ്മതിക്കത്തില്ല ഒരു കാര്യം ചെയ്യാൻ. ये हमें जो है कुछ भी करने के लिए जो है इजाजत नहीं देती അതാ है। കർത്താവ് പറഞ്ഞു, ഞാൻ ഇല്ലാതായെങ്കിൽ എന്നെ അനുഗമിക്കാൻ പറ്റത്തുള്ളൂ. इसीलिए परमेश्वर भी ये कहा कि अगर मैं वो जो चीज है वो नहीं रहा तो ही तू मेरा पीछा कर सकता है। ഈ ഞാനാണ് എന്നെ കൊണ്ട് ഈ വചനം എടുപ്പിക്കാത്തത്. ये जो मैं जो हुआ है वो इस वचन को उठा नहीं पा रहा। കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്കൊരു ഡ്രീം ഉണ്ട് നിന്നെ കുറിച്ച്. परमेश्वर ने कहा मुझे तेरे बारे में एक सपना है, मुझे तेरी जरूरत है। ഈ വചനം നീ എടുക്കണം. ये वचन तुझे उठाना है। അതുകൊണ്ട് ഞാനാണ് നിന്നെ തൊട്ടിരിക്കുന്നത്. इसलिए मैंने तुझे छुआ है। ഇവിടുത്തെ ഒരു ഡോക്ടേഴ്സിന് നിന്നെ നടത്താൻ കഴിയത്തില്ല. इधर का कोई एक डॉक्टर भी तुम्हें चला नहीं पाएगा। അന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. उस दिन रात को मैंने परमेश्वर की आवाज को രാവിലെ सुनी। മോർണിംഗിൽ ഡോക്ടറുടെ ശബ്ദം ഞാൻ കേട്ടു. सुबह जो है वो डॉक्टर का मैंने शब्द सुना। മിസ്റ്റർ സാമുവൽ, मिस्टर सैमुअल, ഡോണ്ട് വറി, നീ അപ്സെറ്റ് ആകണ്ട, डोंट वरी, तुम अपसेट ना हो। 2.5 മാസം കൊണ്ട് നീ നടക്കും. 2.5 months में तुम चलना शुरू करोगे कर। പുള്ളി എന്നോട് പറയാ, 2.5 മാസം കൊണ്ട് 2.5 month में എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. मुझे बहुत खुशी हुई। അന്ന് രാത്രി കർത്താവ് വീണ്ടും പറഞ്ഞു, उस दिन रात वापस से परमेश्वर ने मुझसे എന്റെ कहा, വചനം എടുക്കാതെ मेरा वचन बिना लिए हुए നീ നടക്കത്തില്ല. तू नहीं चलेगा। അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ കരം വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. तब मुझे समझ में आया परमेश्वर का हाथ रखकर ब्लॉक किया गया है। എന്നിട്ടും എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് ഡോക്ടറുടെ വാക്കിന്. फिर भी मुझे एक आशा उसमें था कि जो डॉक्टर ने जो कहा है। 2.5 മാസം അവിടെ ട്രീറ്റ്മെന്റിൽ തന്നെ മുന്നോട്ട് പോയി. 2.5 months उनके ट्रीट में ही आगे बढ़ते गए। അവസാനം ആ ദിവസം വന്നു.
फिर लास्टली वो दिन जो आ गया എന്നെ था, നടത്തുന്ന ദിവസം मुझे चलाने वाला एक दिन, അവരെന്റെ കാലിലെ എല്ലാ സംഭവങ്ങളും അഴിച്ചു മാറ്റി. उन्होंने मेरे पैर की सारी चीजों को निकाल कर हटा दिया. അതിനുശേഷം എന്നോട് പറഞ്ഞു, കാല് ചലിപ്പിച്ചേ മിസ്റ്റർ സാമുവൽ. उसके बाद उन्होंने बोला जरा पैर को हिलाकर देखिए मिस्टर सैमुअल. ഞാൻ കാല് ചലിപ്പിക്കുന്നുണ്ട്, मैं जरा पैर को हिलाते हुए देख रहा പക്ഷെ था, കാല് ചലിക്കുന്നില്ല. पर पैर हिल नहीं रहा था. സ്പർശന ശക്തിയില്ല. जो स्पर्श का जो शक्ति है वो नहीं था കാല് उसमें. താഴോട്ട് ജോയിന്റ് ആയിട്ടില്ല. वो नीचे के तौर में जॉइंट नहीं हुआ था. ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് പറയുന്നു, നെവർ നെവർ, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. डॉक्टर्स इधर उधर देखकर बोल रहे थे कभी नहीं हो सकता ये. ദൈവം തൊട്ടാൽ ഒരു മനുഷ്യന് നമ്മളെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. परमेश्वर ने अगर छुआ है किसी और व्यक्ति जो है वो हमें चंगाई नहीं दे सकता. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാനും अगर പറ്റത്തില്ല. परमेश्वर खोलेगा तो वो कोई बंद भी नहीं कर पाएगा. അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. उन्होंने मुझे डिस्चार्ज करके घर पे लेकर എന്റെ गए. ജീവിതം വീൽ ചെയറിലേക്ക് മാറി. मेरा जो जीवन है वो व्हील चेयर में गुजरने എന്റെ लगा. വൈഫ് എന്നെ തള്ളിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. मेरी वाइफ मुझे धक्का मारकर इधर उधर लेकर जाने वाली രാവിലെ അവള് अवस्था आ गई ജോലിക്ക് थी. പോകുന്നതിന് മുമ്പ് എന്നെ വാഷ്റൂമിൽ കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് കട്ടിലേക്ക് കിടത്തും. वो अपनी नौकरी में जाने से पहले मुझे वॉशरूम में लेकर जाके नहलाकर सब काम करने के बाद वो जाती എനിക്ക് थी. വേണ്ടതെല്ലാം എന്റെ സമീപത്ത് കൊണ്ടുവെക്കും. मुझे जो कुछ चाहिए वो सब मेरे इर्द गिर्द रखती थी. 5:30 ശേഷം അവൾ വന്നിട്ട് ശേഷമാണ് എന്നെ വീണ്ടും ബാത്റൂമിൽ കൊണ്ടുപോകണം. 5:30 के बाद जब वो वापस लौटती थी तब वो मेरे को वॉशरूम में लेकर ആ जाती ഒരു थी. അവസ്ഥയിലേക്ക് എന്റെ ജീവിതം മാറ്റപ്പെട്ടു. उस अवस्था में मेरा जीवन जो है बदलने लग ഒരു गया. ദിവസം ആരുമില്ലാത്ത സമയം വീട്ടിൽ एक दिन जब कोई मेरे घर पे नहीं था उस समय ഞാൻ में വാസ്തവമായി ദൈവത്തോട് പറഞ്ഞു, मैंने परमेश्वर में वास्तविक रूप में कहा എനിക്ക് ജീവിക്കണ്ട, मुझे जीना नहीं है, എനിക്ക് മരിക്കണം കർത്താവേ, मुझे मरना है करके, എനിക്ക് മരിക്കണം കർത്താവേ मुझे मरना है परमेश्वर. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയം. ऐसा एक समय जब एक इंसान आत्महत्या करने के लिए तैयार है. ഞാൻ എഴുന്നേറ്റ് പോയി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. मैं ऐसे एक अवस्था में था कि मैं उठकर वो नहीं कर നിങ്ങൾ ഇങ്ങനെ पाऊंगा. ശബ്ദം നേരത്തെ കേട്ടിട്ടില്ലേ? क्या तुम ऐसे एक आवाज को पहले नहीं सुने हो? ഏലിയാവ് എന്താ പറഞ്ഞേ? എനിക്ക് മതി കർത്താവേ, एलिया ने कहा मुझे बस हो गया മതി परमेश्वर, കർത്താവേ, മതി. मुझे बस हो गया അപ്പോൾ परमेश्वर. ദൈവ മക്കളിൽ സൂയിസൈഡിന്റെ ചിന്ത വരും. ऐसा जो है परमेश्वर के बच्चों के अंदर भी ऐसे सुसाइडल थॉट्स आते हैं. പിശാച് കൊണ്ടുവരും. शैतान लेकर आएगा. ഇവിടെ ഇരിക്കുന്ന ചിലരിൽ ആ ചിന്ത കയറി വന്നു. ऐसे बहुत सारे लोगों के अंदर वो थॉट आ चुकी है. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. आपको ये याद रखना है कि परमेश्वर की योजना आपके जीवन के ഞാൻ अंदर പറഞ്ഞു, इसलिए आप यहाँ കർത്താവേ बैठे हो. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. मैंने कहा परमेश्वर मुझे जीना नहीं है, मुझे मरना है करके. 21 വർഷം അവിടെ ഓടി നടന്ന് ബിസിനസ് ചെയ്ത ഞാൻ. 21 जो साल है मैंने वहाँ भाग दौड़ करके बिजनेस किया हुआ व्यक्ति നിങ്ങൾ था मैं. ചിന്തിച്ചു നോക്കിയ വീൽ ചെയറിൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. जरा आप सोचिए कि व्हील चेयर में बैठा हुआ मैं, അന്ന് ആ ഇരുണ്ട് ആ ലൈറ്റ് ഓഫ് ചെയ്ത മുറിക്കകത്ത് उस लाइट ऑफ करते हुए कमरे में ഒരു പ്രകാശം വ്യാപരിക്കാൻ തുടങ്ങി. एक जो ज्योति है वो चमकने लगी. എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. मैंने मेरे परमेश्वर की आवाज फिर से सुना, കരയണ്ട. न मत रो. आमीन. Hallelujah. हालेलुया. പ്രൈസ് ഗോഡ്. ലോകത്തിൽ പലരും നിങ്ങളോട് കരയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. दुनिया के बहुत जन ने आपको कहा होगा मत रो, ധൈര്യപ്പെടുമോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. आपको बोला होगा कि धैर्य रख. മിനിറ്റുകൾ പോലും അതിന് വാല്യൂ ഇല്ല. उसका मिनट के लिए भी एक वैल्यू नहीं है. പക്ഷേ സകലത്തിന്റെ ഉടയവനായ ദൈവം നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ശക്തി വ്യാപരിക്കും. അത്യന്ത ശക്തി അവിടെ വ്യാപരിക്കും. हालेलुया. जिसने सबको बनाया है वो उस व्यक्ति ने अगर आपको कहा है कि मत रो, वहाँ सृष्टि की सामर्थ जो है वहाँ उतर आने वाली है. എന്നോട് ചോദിച്ചു, നിനക്ക് നടക്കണോ? और मुझसे कहा पूछा कि तुझे ഞാൻ चलना പറഞ്ഞു, है എനിക്ക് क्या? നടക്കണം കർത്താവേ. मैंने कहा मुझे चलना है ഞാൻ നിന്നെ परमेश्वर. എഴുന്നേൽപ്പിച്ച് നടത്തും. परमेश्वर ने मुझसे कहा मैं तुझे उठाकर चलाऊंगा. എന്റെ വചനമെടുത്ത് मेरा वचन को लेकर നിന്റെ ജന്മസ്ഥലത്തെത്തണം. तूने जो जन्म भूमि है वहाँ तुझे जाना है. അവിടെ വെച്ച് ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കും. वहाँ से मैं तुझसे बाद में बात करूंगा. അന്ന് രാത്രി ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഡിസിഷൻ എടുത്തു. उस दिन रात मैंने और मेरी पत्नी और बच्चे लोग ने एक डिसीजन लिया. ഹല്ലേലൂയ. ഈ ദേശം വിട്ടു പോകണം. ये इस देश को छोड़कर जाना है. ഇനിയുള്ള സമയം കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം നിൽക്കണം. अभी जो कुछ समय बचा हुआ है वो परमेश्वर के लिए पूर्ण तौर से खड़े ഞാൻ रहना എൻ്റെ है. വൈഫിനോട് ഒരു കാര്യം പറഞ്ഞു. मैंने मेरी पत्नी से ये एक चीज कहा, ദൈവ ശബ്ദം കേട്ടത് ഞാനാണ്. परमेश्वर की आवाज मैंने सुनी है. എന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങിയാൽ നാളെ പ്രതിസന്ധികൾ വരുമ്പോൾ നീ ചോദിക്കും, ഈ മനുഷ്യന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയിട്ട് ഇതാണോ ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് ചോദിക്കും. अगर तू मेरी आवाज को सुनकर मेरे साथ उतरेगी तो तू पूछेगी कि तूने मनुष्य का आवाज सुनकर मेरे को यहाँ पहुंच गई നീ എന്റെ करके. ശബ്ദം കേട്ട് വരണ്ട. तो मेरी आवाज को सुनकर मत उतर. നിനക്ക് നല്ല ജോലിയുണ്ട് ഇവിടെ.
तुम्हें बहुत ही अच्छा एक അവളെ नौकरी है। HP കമ്പ്യൂട്ടേഴ്സിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. HP कंप्यूटर की असिस्टेंट मैनेजर थी वो। ഞാൻ പറഞ്ഞു നിനക്ക് ജോലിയുണ്ട്, मैंने कहा कि तुम्हें एक बहुत ही अच्छी नौकरी है, നീ ദൈവത്തോട് ചോദിക്കേ, तुम परमेश्वर से पूछो। ദൈവം നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. परमेश्वर अगर तुमसे कुछ कहता है तो ही हमें साथ में उतरना है। ഞാൻ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചാന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. मैंने प्रार्थना करूंगा, मैंने कहा। ഇന്ന് രാത്രി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. उस रात को हमने ऐसा प्रार्थना करते हुए हम सोए। ഒരു വൈറ്റ് ബോർഡിൽ ചുമന്ന അക്ഷരത്തിൽ എഴുതി കാണിച്ചു, एक व्हाइट बोर्ड में एक लाल अक्षर में ऐसा लिखा हुआ देखा हमने, എക്സോഡസ്, एक्सोडस। आमेन, हालेलुया। പുറപ്പെടുക. निर्गमन, हालेलुया। പുറപ്പാട് നിനക്ക് സമയമായി കഴിഞ്ഞു, निर्गमन, പുറപ്പെടുക. निर्गमन, हालेलुया। निकलने का जो उतरने का एक समय आ चुका है। പിശാചിന്റെ തന്ത്രം നോക്കിക്കോണം. शैतान का जो योजना आप जरा सोचिए। അവൾ എന്നോട് പോലും പറയാതെ റെസിഗ്നേഷൻ എഴുതിക്കൊണ്ട് പോവുകയാണ് കൊടുക്കാൻ. वो बिना मुझे बताए रेजिग्नेशन लिखने के लिए गई थी। റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുന്ന് റിസപ്ഷനിസ്റ്റ് പറയാണ്, മാഡം MD കാണാൻ വേണ്ടി അത്യാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. रेजिग्नेशन देने के लिए जब वो गई थी तब उन्होंने रिसेप्शनिस्ट ने कहा जरा MD से मिलने के लिए बहुत ही इम्पोर्टेंट है करके। അവിടെ ചെന്ന് പറയാം, കൺഗ്രാജുലേഷൻ റീന, കൺഗ്രാജുലേഷൻ. उन्होंने बोला कंग्रेचुलेशंस रीना, कंग्रेचुलेशंस। അടുത്ത ബ്രാഞ്ചിലേക്ക് നിന്നെ മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. अगला ब्रांच में आपको मैनेजर पोस्ट में प्रमोट किया गया അവൾ है। പറഞ്ഞു, സോറി സാർ, उन्होंने कहा सॉरी सर, എനിക്ക് മറ്റൊരു ജോബ് കിട്ടി. मुझे बहुत दूसरी एक नौकरी मिल गई है। റെസിഗ്നേഷൻ रेजिग्नेशन उन्होंने रखा। നടക്കത്തില്ല. नहीं चलेगा। ആദ്യം അതൊക്കെ ഞെട്ടിപ്പോയി, എന്തുവാ ഈ ഇത്രയും നല്ല കമ്പനി ഇവൾ എങ്ങോട്ടാ പോന്നേ? उन्होंने ऐसा बहुत ही चौंक गए थे कि इतनी अच्छी कंपनी से वो कहाँ जा रहे हैं। ഞാൻ ഹെവൻലി വർക്കിന് പോവാണ്. मैं एक स्वर्गीय काम കിങ്ഡം के ഓഫ് लिए ഗോഡ് जा എന്ന रहा हूँ। കമ്പനി ഞങ്ങൾ ജോയിൻ ചെയ്തു. हालेलुया। मैं किंगडम ऑफ गॉड का एक जो कंपनी में ज्वाइन की हूँ। ദൈവമക്കളെ, അന്ന് അവൾ എടുത്ത തീരുമാനത്തിൽ അന്ന് ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ട് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ Hallelujah. പിടിച്ചു നിൽക്കാൻ കർത്താവ് ഇടയാക്കി. उस समय में परमेश्वर ने उनसे बात की, इसकी वजह से जो कुछ रुकावट आई, जो कुछ प्रतिकूल आई, उस समय में सब हम साथ में खड़े हुए। ഹല്ലേലൂയ. आमेन, അങ്ങനെ ഞങ്ങൾ हालेलुया। ഒരുമിച്ച് ആ ദേശത്തു നിന്ന് 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് പോരുന്നു. वैसे हम साथ में मिलकर जो है उस देश को छोड़कर हम गांव चले गए ഞാൻ थे। വീൽ ചെയറിലാണ്. मैं व्हील चेयर में था। വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കാലൊക്കെ 2 കാലിൻ്റെ വലുപ്പമായി, നീര് വെച്ചിട്ട്. मेरा पैर जो है 2 पैर का जितना बड़ा हो गया था, जो सूजन पकड़कर। അന്ന് ഞാൻ അകത്ത് കയറി എൻ്റെ ബൈബിൾ എടുത്ത് കൈ പിടിച്ചു. मैं उस कमरे के अंदर जाकर मेरे बाइबल को हाथ में रखा। ഞാൻ പറഞ്ഞു, കർത്താവേ, मैंने कहा परमेश्वर, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെയാ മുന്നോട്ടുള്ള കാര്യം. हमें कुछ नहीं पता कि आगे की कैसा रास्ता है करके। അവിടുത്തെ വചനമെടുത്ത് അവിടുത്തെ ശബ്ദം കേട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. आपकी वचन को लेकर, आपकी आवाज को सुनकर हम पहुंचे हैं। ഞാൻ ഈ വീൽ ചെയറിൽ പ്രസംഗിക്കാൻ പോകത്തില്ല. मैं इस व्हील चेयर में वचन को बांटने के लिए नहीं जाऊंगा। ഞാൻ പുറത്തിറങ്ങത്തില്ല. मैं बाहर नहीं उतरूंगा। എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കാതെ ഞാൻ പോകില്ല. मेरा परमेश्वर मुझे जब तक हीलिंग ना दे, चंगाई ना दे, तब तक मैं बाहर नहीं निकलूंगा। അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, उस दिन रात परमेश्वर ने मुझसे कहा, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് ഈ മുറിക്കകത്ത് വെച്ചല്ല, मैं तुझे चंगा करने वाला इस कमरे के अंदर नहीं, പബ്ലിക്കിൽ ഞാൻ നിന്നെ आमेन, സൗഖ്യമാക്കും. पब्लिकली मैं तुझे चंगाई देने वाला ജനം हूँ। കാണുക ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. लोगों को देखने के तौर में मैं तुझे चंगाई देने वाला हूँ। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന് മുഴുവൻ മഹത്വവും വേണം. परमेश्वर को सारी महिमा चाहिए। ആ സൺഡേയിൽ ഞാൻ എങ്ങും പോകണ്ട, സഭായോഗത്തിന് പോകണ്ടെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. मैं उस संडे में मैं कहीं नहीं जाने वाला हूँ, आराधना के लिए भी नहीं जाने वाला हूँ, ऐसा मैंने एक निर्णय लेकर मैं बैठा था। പക്ഷേ എൻ്റെ പാസ്റ്റർ രാജു പൂവക്കാലം ഞാൻ ആ സഭയിലെ മെമ്പറാണ്, അവിടുത്തെ ഒരു അസോസിയേറ്റ് പാസ്റ്ററോടാണ്. पास्टर राजू के वो जो उस कलीसिया में, उस राजू पुवकाला उस पासबान की कलीसिया में मैं एक मेंबर के साथ एक एसोसिएट पास्टर भी था। അപ്പോൾ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സാമേ സഭായോഗത്തിന് വരണം, സഭായെ ഒരിക്കലും മുടക്കിയിരിക്കരുതെന്നോട് പറഞ്ഞു. उन्होंने मुझसे कहा कि सैम तुम्हें आना ही पड़ेगा और तुम्हें कभी संडे सर्विस को हटाकर जो है घर पे नहीं बैठना है। രാവിലെ ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരു അച്ഛനും എൻ്റെ വൈഫൂടെ കൂടി എടുത്ത് വണ്ടിയിൽ കയറ്റി. जो गाड़ी चलाने वाले एक अंकल जो है, एक ब्रदर जो है, और साथ ही मेरी पत्नी ने, उन्होंने मुझे उठाकर लेकर मुझे बिठाया। 1 കിലോ വെയിറ്റ് പോലും എൻ്റെ കാലെ കൊടുക്കാൻ കഴിയത്തില്ല. 1 किलो वेट भी मेरे पैर में मैं नहीं दे सकता। അതികഠിനമായ വേദനയാണ്. बहुत ही ज्यादा अधिक दर्द होने वाला है। അപ്പോൾ അത് വണ്ടിയിൽ എടുത്ത് വെച്ച് ക്രച്ചസ് എടുത്ത് വണ്ടിയെ വെച്ചു. उन्होंने मुझे भी लेकर रखा और क्रचेस भी लेकर रखा। അതിനുശേഷം ഞങ്ങളുടെ ചർച്ച് 7:45 ആരംഭിക്കും उसके മോർണിംഗ്. बाद 7:45 मॉर्निंग को हमारा चर्च जो है आरंभ करने वाला है। 11:15 അവസാനിക്കും. 11:15 को अंत होता है।
है। അവിടെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് പിടിച്ച ചെയറിൽ കൊണ്ടിരുത്തി. वहाँ लेकर मुझे उठाकर उस चेयर में लेके रखा। എന്നോട് പാസ്റ്റർ വന്ന് പറഞ്ഞു, സാം അല്പസമയം വചനം സംസാരിക്കണമെന്ന് പറഞ്ഞു. पासवान ने कहा कि सैम थोड़ा समय के लिए तुम्हें वचन का सेवकाई करना है। അവരെന്നെ ഹെൽപ്പ് ചെയ്ത് ആ സ്റ്റേജിൽ കൊണ്ടുവന്നു. उन्होंने मुझे हेल्प करके उस स्टेज में लेकर അപ്പൊ आए। ഞാൻ ക്രച്ചസ് ഉപയോഗിച്ചാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത്. मैं क्रचेस को इस्तेमाल करते हुए स्टेज में खड़ा हूँ। അപ്പൊ എനിക്ക് അതിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥ, എനിക്ക് അവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. वहाँ खड़े होकर मुझे प्रचार करने नहीं हो रहा था, बहुत ही एक तकलीफ की अवस्था थी। ഞാൻ ആ ക്രച്ചസ് പുറമോട്ട് മാറ്റി വെച്ചു. मैंने क्रचेस जो है पीछे रख ഒരു दिया। കാല് മാത്രം നിലത്ത് കുത്തി നിന്ന് एक पैर को सिर्फ जमीन पे रहकर ആ സ്ട്രോങ് ആയ പുൾപിറ്റ് ഞാൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നു. वो स्ट्रॉन्ग पुलपिट में पकड़ के मैं खड़ा हो ഈ गया। കാല് ഞാൻ നിലത്ത് കുത്തിയിട്ടില്ല, ये കുത്താൻ राइट കഴിയത്തില്ല. लेग जो है मैंने नीचे नहीं, जमीन पे नहीं ठहराया। ഞാൻ വചനം സംസാരിച്ചു. मैंने वचन की सेवकाई की। പാസ്റ്റർ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ ദേഹത്ത് പിടിച്ചിട്ട് പറഞ്ഞു, परमेश्वर के दास मेरे शरीर में हाथ रख कर कहे, നമുക്ക് സാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. हम सैम के लिए प्रार्थना करेंगे। എല്ലാവരും ഇങ്ങോട്ട് കൈ നീട്ടാൻ പറഞ്ഞു. सभी लोग अपने हाथों को ആ उठाने के लिए സ്റ്റേജിൽ कहा। വെച്ച് उस स्टेज में खड़े ഞങ്ങളുടെ रहकर ചർച്ചിൽ ഏകദേശം 1000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. हमारे चर्च में 1000 के आसपास जो मेंबर्स हैं, 1000 പേര് എന്റെ നേരെ കൈ നീട്ടി. 1000 लोग भी मेरे सामने जो हाथ उठाए वो പാസ്റ്റർ लोग, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, और पासबान में ऐसा बुलाया, ഏലിയാ ആഹാബിന്റെ രഥത്തിന് മുന്നിൽ ഓടിയതുപോലെ एलियाव आहाब का जो रथ के सामने जैसे दौड़ा, ഇതേപോലെ സാം ഓടും. वैसे ही सैम दौड़ने वाला അത് है। നമ്മൾ വിശ്വസിക്കുന്നു. वो हम विश्वास करते हैं। അവര് വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോട് പ്രാർത്ഥിച്ചു. वो लोग ने विश्वास की घोषणा करते हुए प्रार्थना പ്രാർത്ഥന किया। കഴിഞ്ഞു. प्रार्थना होने के बाद അവസാനം അനൗൺസ്മെന്റ് നടത്തുകയാണ് ആശീർവാദം പറയാൻ വേണ്ടി. अनाउंसमेंट चल रहा था आशीर्वाद प्रार्थना के समय। അപ്പൊ ക്രച്ചസ് എടുത്തു തന്നു. ഞാൻ വീണ്ടും ക്രച്ചസിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചു. क्रचेस लेकर दिया और मैं क्रचेस को लेकर आगे स्टेप ले रहा എനിക്ക് था। ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് 2 ദൈവദാസന്മാർ എന്നെ പിടിച്ചിട്ടുണ്ട്. मुझे बैलेंस नहीं था, इसलिए 2 पासबान मुझे पकड़ कर लेकर जा ഞാൻ रहे थे। 2 സ്റ്റെപ്പ് വെച്ചു. मैं 2 स्टेप लेकर गया। പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. जल्द ही पवित्र आत्मा ने मुझसे बात की। ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. मैंने तुझे चंगा किया है। കാലുകുത്തി आमेन। നടക്കുക. पैर को जमीन में ठहरा कर आगे ഞാൻ बढ़। നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. मैंने तुझे चंगा किया है। കാലുകുത്തി നടക്കുക. पैर को जमीन में रख कर चल। ഉടൻ തന്നെ പിശാച് കള വിതച്ചു. आमेन। പിശാച് കള വീട് വിതച്ചു. ആ शैतान ने जल्द ही एक जंगली बीज बोया, കാല് കുത്തരുത്. पैर नहीं रखना करके। ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് നിന്റെ കാലിൽ 1 കിലോ വെയിറ്റിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കാല് പൊട്ടിപ്പോകും. പിന്നെ ഓപ്പറേഷൻ ഇല്ല, കട്ടിങ്ങേ ഉള്ളൂ. കട്ടിങ് മുറിച്ചു കളയും. मेरे मन के अंदर ऐसा आया कि डॉक्टर ने कहा है 1 किलो के अधिक जो है पैर के ऊपर वजन नहीं जाना चाहिए, अगर हो गया तो कटिंग वो ही सिर्फ मार्ग है। പെട്ടെന്ന് അവിശ്വാസം എന്നിലേക്ക് വ്യാപരിച്ചു. जल्द ही मेरे अंदर अविश्वास आने लग गया। ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കാല് കുത്തി നടക്കുക. परमेश्वर की आत्मा ने मुझसे बात किया कि मैंने तुझे चंगाई दी है, तू आगे रख कदम। സൗഖ്യം എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളതില്ലാതാകണമെന്നല്ലേ? ഉള്ള വേദന മാറി, चंगाई का अर्थ है कि जो है दर्द वो चला गया हो, ഉള്ള രോഗം മാറി. जो है जो बीमारी वो चला गया हो। ഞാനപ്പോ ഒന്ന് ഫീൽ ചെയ്ത് നോക്കി, എന്റെ കാലിലെ വേദന മാറിയോ? मैंने जरा फील करके देखा क्या मेरा पैर का दर्द चला गया है। ഭയങ്കര വേദനയാ. मैंने देखा तो बहुत ज्यादा दर्द हो रहा है। പിന്നെ എങ്ങനെ സൗഖ്യമാകുന്നേ? फिर कैसे चंगाई मिलेगी? എന്നോട് പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, पवित्र കാല് आत्मा കുത്തി ने നടക്കുക. आमेन, पवित्र आत्मा ने फिर से मुझे दोहरा कर कहा कि मैंने तुझे चंगाई की, आगे कदम रख। അന്ന് എനിക്ക് 104 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. तभी मुझे 104 जो वजन था। ഇന്ന് 98 ഉള്ളൂ. ഒരു 6 കിലോ കുറവുണ്ട്. 98 है। ഞാൻ ഇനി എന്റെ കാല് മുറിച്ചു കളഞ്ഞാലും ശരി, मैंने सोचा कि मेरा पैर काट कर हटाए तो भी എന്റെ चलेगा। കർത്താവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കും. मैं मेरे परमेश्वर की आवाज को विश्वास करूंगा। ആ സ്റ്റേജിനകത്ത് 104 കിലോ ഈ വലത് കാലിലോട്ട് കൊടുക്കാൻ വേണ്ടി നിലത്ത് കാല് കുത്തുകയും आमेन। वो 104 किलो इस पैर में लगाने के लिए वजन देते हुए मैंने कदम जैसे ही रखा, 11 kV തൊട്ടതുപോലെ ഒരു അത്യന്ത ശക്തി എന്റെ കാലിലേക്ക് വ്യാപരിച്ചു. 11 kV जैसे एक सामर्थ मेरे पैर के ऊपर उतर आया। എന്റെ കാൽ ഉറച്ചു. मेरा पैर जो है दृढ़ हो ആ गया। സ്റ്റേജിൽ ഞാൻ ക്രച്ചസും പൊക്കി പിടിച്ച് നടക്കാൻ തുടങ്ങി. आमेन। उस स्टेज में मैंने अपना क्रचेस को उठाते हुए मैं चलने लग गया। എന്റെ യേശു സർവശക്തനായ ദൈവമാണ്. तेरा यीशु जो है वो सर्वशक्तिमान प्रभु है। ഇത് ഏത് ശക്തിയാണെന്നറിയാമോ? ये कौन सा सामर्थ्य है आपको पता है? ये विश्वास करने वाले लोगों के ऊपर व्यापार करने वाली सामर्थ्य है। വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവശക്തി. विश्वास करने वाले लोगों के ऊपर व्यापार करने वाली ഇത് सामर्थ्य है। ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ये आज भी व्यापार कर रही है। ഇത് ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. आज भी व्यापार कर रही है।
ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. आज सुबह के समय यहाँ भी व्यापार कर रही है. ഇന്ന് പകൽക്കാലം ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. आज सुबह के समय भी यहाँ वही सामर्थ व्यापार कर रही है. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഞാൻ ചോദിക്കട്ടെ, അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അനുസരിക്കാതെ मैं जरा पूछना चाहता हूँ, अगर वो समय अगर मैं पवित्र आत्मा का बिना सुनकर ഞാൻ ആ ക്രച്ചസും കുത്തി പോയി സ്റ്റേജേന്ന് പോയി ചെയറിൽ ഇരുന്നെങ്കിൽ अगर मैं क्रचेस को लगाकर उस चेयर में जाकर बैठ जाता तो പാസ്റ്റർ സാം ചെന്നിത്തല ഇന്നും വീൽ ചെയറിൽ ഇരുന്നേനെ. पास्टर सैम चेंगितला अभी भी व्हील चेयर में ही पड़े रहते. വീൽ ചെയറിൽ നടന്ന് പ്രസംഗിച്ചേനെ. व्हील चेयर में घूमते हुए प्रचार करते. ഇന്നും പലരും പലതിലും കിടക്കുന്നതിന്റെ കാര്യം വിശ്വാസത്തോട് സ്റ്റെപ്പ് വെക്കാത്തത് കൊണ്ടാണ്. अभी भी कई लोग जो अभी भी उसी अवस्था में पड़े हैं, क्योंकि विश्वास के द्वारा वो कदम नहीं उठा पा ഇന്ന് रहे. ബോംബെ പട്ടണത്തിൽ പലരും കെട്ടപ്പെട്ട് കിടക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? നീ വിശ്വാസത്തോട് സ്റ്റെപ്പ് വെക്കാത്തത് बॉम्बे കൊണ്ടാണ്. में अभी भी बहुत सारे बंधन अभी भी है, क्योंकि आप एक स्टेप विश्वास के द्वारा कदम नहीं उठा पा रहे. പലരുടെയും മുഖം നിന്നെ രാത്രി കാണിച്ചില്ലേ ദൈവത്തിന്റെ ആത്മാവ്? हमें पवित्र आत्मा ने आपको बहुत सारे चेहरे रात को दिखाया സ്റ്റെപ്പ് तो है. വെച്ചോ? स्टेप क्या आपने कदम उठाया है? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവേ എന്തിനാണ് എന്നെ ആ വ്യക്തിയുടെ മുഖം കാണിച്ചത് ചോദിച്ചോ? क्या आपने पूछा परमेश्वर की, परमेश्वर आपने क्यों मुझे उस व्यक्ति का चेहरा मुझे दिखाया है? ഈ ദേശത്ത് നിങ്ങളെ ആക്കിയിരിക്കുന്നത് ഇവിടുത്തെ ശമ്പളം മേടിച്ച് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാനല്ല, ഇതിന്റെ അകത്ത് ദൈവരാജ്യത്തിന് ആളെ കയറ്റണം. आमेन. आपको यहाँ ठहराया गया है, आपको बस रकम सैलरी लेकर बैठने के लिए नहीं, पर परमेश्वर के आलय के अंदर, परमेश्वर के राज्य के अंदर लोगों को प्रवेश करवाना है. ഓ താങ്ക് യു ജീസസ്. അന്ന് ഞങ്ങളുടെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സഭായോഗം 1 മണി വരെ നീണ്ടു. वो उस समय में इतिहास में पहली बार हमारा जो सभा का जो पूरा सर्विस है 1 बजे तक चला. എന്നും 12:15 അവസാനിക്കുന്ന സഭായോ 7:45 തുടങ്ങിയത് ഓർത്തോണം. 7:30 को स्टार्ट हुआ. आप याद करें 12:15 12:30 तक जो अंत हो जाता है, എന്നാൽ 1 മണിക്കാണ് അന്ന് സഭായം തീർന്നത്. पर वो 1 बजे उस दिन खत्म हुआ. എന്താ കാര്യം എന്നറിയാമോ? क्यों पता है आपको? എന്നിലേക്ക് ആ വ്യാപരിച്ച അത്യന്ത ശക്തി मेरे अंदर जो व्यापार को हुआ അത് एक बड़ी सामर्थ, സഭയിലെ രോഗികളിലേക്ക് ഇത് വ്യാപരിക്കാൻ वो തുടങ്ങി. सभा की जो सारी जो बीमार है वो रोगങ്ങൾ लोग के ऊपर സൗഖ്യമാകാൻ व्यापार തുടങ്ങി. करने लगे. रोगी जो थे वो चंगाई प्राप्त करने ബന്ധനങ്ങൾ അഴിഞ്ഞു लगे. മാറാൻ തുടങ്ങി. बंधन जो है वो टूटने लग गए. അന്ന് സൗഖ്യമായവരെ മുന്നോട്ട് വിളിച്ച് ടെസ്റ്റിമണി പറയാതെ പിന്നെ മുന്നോട്ട് സമയങ്ങള്. आगे के समय पूरा जो है जो कोई बीमारी से जो छुटकारा प्राप्त किया वो सब आके गवाही दे रहे थे. അന്ന് രാത്രി പവർ വിഷനകത്ത് എന്റെ സൗഖ്യത്തെ കുറിച്ച് ന്യൂസ് വന്നു. उस रात को मेरा जो चंगाई के बारे में पावर विजन में न्यूज़ आया. ദൈവമക്കളെ, ആരും അറിയാതെ മുറിക്കകത്ത് വെച്ച് സൗഖ്യമായിരുന്നെങ്കിൽ ഇത് പുറത്തു വരുമായിരുന്നു. हालेलुया. क्या आप कमरे के अंदर कोई बिना जाने क्या मैं वापस बाहर निकल कर आता? അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാകട്ടോ. वो परमेश्वर की महिमा के लिए है. യേശു സൗഖ്യമാക്കുന്നവനാണ്. യേശു സർവശക്തനായ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചതേ ഉള്ളൂ. परमेश्वर चंगाई करने वाला, परमेश्वर सर्वशक्तिमान प्रभु है, वो दुनिया के सामने स्थापित करना है, इसके लिए परमेश्वर ने ये किया. അന്ന് രാത്രി വീട്ടിൽ ഞാൻ നടന്നാണ് കയറിയത്. उस दिन रात को मैं मेरे घर में चलकर प्रवेश ആ किया. വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ വീൽ ചെയറിലാ പോയത്. सुबह मैं व्हील चेयर में गया था. ഹല്ലേലൂയ. आमेन. Praise the Lord. हालेलुया. ഹല്ലേലൂയ. അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. उस रात को फैमिली प्रेयर होने के बाद मैं प्रार्थना करके सो गया. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തിനാണ് ഞങ്ങളെ ഇത്ര റിസ്ക് എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നത്? मैंने परमेश्वर से पूछा, परमेश्वर इतना रिस्क लेकर क्यों मुझे हमें केरला में लेकर आए? മറ്റു പല സ്ഥലങ്ങളിലും പോകാമായിരുന്നല്ലോ. बहुत सारे जगह में दूसरे हम चले जा सकते थे. അത് ഇഷ്ടം പോലെ പാസ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ സഭകളുണ്ട്. बहुत सारे पासबान है, बहुत सारे कलीसिया है केरला में. സഭയിലൊക്കെ ആള് കുറവാന്നേ ഉള്ളൂ, സഭകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. बहुत सारे कलीसिया है, फिर तो भी लोग कम है. ഇഷ്ടം പോലെ പാസ്റ്റർമാരും ഉണ്ട്. बहुत सारे पासबान भी है. എന്തിനാ അപ്പച്ചാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? क्यों परमेश्वर हमें यहाँ लेकर आए? ഈ ചോദ്യം ചോദിച്ചിട്ടാ കിടന്നുറങ്ങിയത്. ऐसे सवाल पूछकर मैं सो गया था. അന്ന് രാത്രി കർത്താവ് സംസാരിച്ചു. उस दिन रात परमेश्वर ने मुझसे बात എന്നെ की. വലിയൊരു ബോർഡ് കാണിച്ചു. मुझे बहुत ही बड़ी एक बोर्ड ആ दिखाया. ബോർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ. ओ आमेन हालेलुया. उसके ऊपर परमेश्वर ने मुझे लिखकर दिखाया कि आत्मा सुसाइड मत करो, सुसाइड मत करो. सुसाइड मत करना, आत्महत्या नहीं करना. हाँ, बोर्ड में लिख के रखा है. उसका बोर्ड नीचे താഴെ എഴുതി വെച്ചിരിക്കുന്നു, അത് പാപമാണ്. वो एक पाप है करके उसमें लिखा है उस बोर्ड में. ऐसे അതിന്റെ मैंने താഴെ देखा. എഴുതി വെച്ചിരിക്കുന്നു, മരണം ജീവിതത്തിന്റെ അവസാനമല്ല. और उसके नीचे लिखा है मृत्यु जो है जीवन का अंत नहीं है. അതിന്റെ താഴെ വെച്ചിരിക്കുന്നു, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. उसके नीचे लिखा है यीशु मसीह जो है
आपको प्रेम करता ഇതെന്റെ है। ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ബോർഡ് ഞാൻ കാണുന്നത്. ये पहली बार मैं ऐसा एक बोर्ड मेरे जीवन में देख रहा था। ഞാൻ ആ ബെഡ്റൂമിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. मैं मेरे बेडरूम में से आराम से उठ के खड़ा हो गया। ലിവിംഗ് റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. लिविंग रूम में जाकर मैं प्रार्थना करने लग गया। ഞാൻ ചോദിച്ചു, കർത്താവ് ഇന്ന് വരെ ഈ ബോർഡ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. मैंने परमेश्वर से पूछा, मैंने अभी तक ऐसा एक बोर्ड नहीं देखा है। ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോവാണോ? क्या कोई आत्महत्या करने जा रहा है? അങ്ങനെ പറഞ്ഞു. ഞാൻ പോകാം. കർത്താവ് പറ, എവിടെയാ ഞാൻ പോകണ്ടേ? मैं बोल रहा था, परमेश्वर मुझे बोलो कहाँ जाना है, मैं वहाँ जाता हूँ। 3 മണിക്കൂർ ദൈവത്തോട് സംസാരിച്ചു. 3 घंटे मैंने परमेश्वर से बात की। ഒന്നും പറയുന്നില്ല. परमेश्वर ने कुछ नहीं मुझे बोला। അപ്പൊ നേരം വെളുക്കാൻ തുടങ്ങി. इसलिए सुबह होने लग ഞാൻ പറഞ്ഞു, गया। കർത്താവേ നേരം വെളുക്കുന്നുണ്ട്. मैंने बोला, परमेश्वर अभी सुबह होने वाला എന്താ है। കർത്താവ് പെട്ടെന്ന് സംസാരിക്കാത്ത? तब परमेश्वर എന്താ പെട്ടെന്ന് സംസാരിക്കാത്ത? क्यों मुझसे जल्दी नहीं बात कर रहे? ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോണം. നമ്മളെ കർത്താവ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പേക്കിനാവാന്ന് വിചാരിക്കരുത്. आप ना സ്വപ്നമാന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങരുത്. നമ്മളെ കാണിക്കുന്ന सपना കാര്യം है ये सोचकर आप वापस ना सोए। परमेश्वर जो दिखा रहा है आपको, ഏതൊരു കാര്യം നമ്മളെ ദൈവാത്മാ കാണിക്കുന്നോ നമ്മൾ അതിന്റെ പുറകെ ഫോളോ ചെയ്യണം. परमेश्वर जो कुछ चीजें आपको दिखा रहे हैं उसके पीछे पीछे आपको फॉलो करते हुए അതൊരു जाना വ്യക്തി है। ആയിക്കോട്ടെ, ഒരു ബോർഡ് ആയിക്കോട്ടെ, ഒരു വാക്യം ആയിക്കോട്ടെ, നീ അതിനെ ഫോളോ ചെയ്യണം. वो व्यक्ति हो सकता है, वो एक बोर्ड हो सकता है, वचन हो सकता है, जो कुछ है आपको उसके पीछे चलना है। അത് ഫോളോ ചെയ്തില്ലെങ്കിലോ अगर आपने फॉलो नहीं किया तो വേറെ ആളിനെ കർത്താവ് നോക്കും. किसी और को परमेश्वर लेकर चला जाएगा। റെസ്പോണ്ട് ചെയ്യാതെ കർത്താവ് ഒരു കാര്യം സംസാരിക്കത്തില്ല. रेस्पॉन्ड नहीं करने के बगैर परमेश्वर आपसे बात नहीं തെളിവ് करेगा। പറഞ്ഞു തരാം. आपको एक और बार कहता हूँ, സാമുവൽ समुएल 2-3 പ്രാവശ്യം കർത്താവ് വിളിച്ചിട്ടും നേരെ പുള്ളിക്കാരൻ ഏലി അടുക്കലോട്ടാ പോയെ. 2-3 बार समुएल को जब बुलाया तब वो उस समय सब वो एली के पास चला അപ്പൊ गया। അവസാനം ഏലി പറഞ്ഞു, ഇനി എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, നീ യഹോവയെ അരുളി ചെയ്യണമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. एली ने कहा कि अगर कोई पुकारे तो कहना कि परमेश्वर तू मुझसे बात कर, ऐसे बोलते അപ്പൊ हुए സാമുവൽ उसने പറഞ്ഞു, छोड़ा। യഹോവയെ അരുളി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കാര്യം സംസാരിച്ചു. शमूएल ने जब बोला परमेश्वर मैं हूँ यहाँ, तब परमेश्वर ने उनसे बात की। അതിനു മുമ്പേ കർത്താവിന് പറയാറുന്നല്ലോ, उसके पहले भी परमेश्वर उससे बात कर सकता था। പറയത്തില്ല, റെസ്പോണ്ട് ചെയ്യണം. नहीं बताएगा जब तक आप रेस्पॉन्ड ना करें। അതേപോലെ അനന്യാസേ എന്ന് വിളിച്ചു. वैसे ही अनन्यास करके पुकारा, അടിയൻ ഇതാ. मैं हूँ यहाँ। റെസ്പോണ്ട് ചെയ്യണം. रेस्पॉन्ड प्रतिक्रिया ഇത് करना ബോർഡ് है। കാണിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി 3 മണിക്കൂറോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. वो बोर्ड देखने के बाद 3 घंटा में परमेश्वर की उपस्थिति में बैठ के प्रार्थना कर रहा था। കർത്താവിന് വേണമെങ്കിൽ ഞാൻ സംസാരിച്ച അടുത്ത സെക്കൻഡിൽ സംസാരിക്കാമായിരുന്നു. शायद परमेश्वर जिस तौर में मैं बात कर रहा हूँ उसी दूसरे सेकंड में परमेश्वर मुझसे बात कर सकता था। വേണമെങ്കിൽ പിന്നെ എനിക്ക് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങരുതോ? नहीं तो मैं जाकर आराम से मैं जाकर सो പക്ഷെ सकता था। കർത്താവ് നോക്കി ഞാൻ എത്രത്തോളം സീരിയസ് ആണ് ഇവൻ. पर परमेश्वर देख रहा था तू कितना सीरियस है करके। 3 മണിക്കൂറിന് ശേഷമാണ് കർത്താവ് എനിക്ക് ആൻസർ തരുന്നത്. 3 घंटे के बाद परमेश्वर ने मुझे एक उत्तर दिया। കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെയും ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ഇത് ആമേൻ. ചാവാൻ പോകുന്നവർ നിന്റെ അടുക്കിലേക്ക് ഞാൻ എത്തിക്കും, നീ അവിടെ അടുക്കെ ഓടിയെത്തും. परमेश्वर ने मुझसे कहा मैं तेरे और तेरे कुटुंब के लिए एक सेवकाई रख रहा हूँ। ये जो मरने जा रहा है उनको तू वापस परमेश्वर की ओर लेकर आना। നിന്റെ പിതാക്കന്മാർ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ मैं जो പോകുന്നത്. तेरे पिता लोग ने नहीं किया हो ऐसी एक सेवकाई मैं तेरे हाथों में दे रहा ഞാൻ हूँ। പറഞ്ഞു, കർത്താവേ ഞാൻ റെഡിയാണ്, मैंने कहा परमेश्वर मैं तैयार हूँ, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല, पर मुझे कुछ नहीं എങ്ങനെ पता, ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. मुझे कैसे करना है नहीं കർത്താവ് പറഞ്ഞു, पता। 2 കണ്ടീഷൻ. 2 कंडीशन, ഞാൻ പറയുന്നത് അനുസരിക്കണം. मैं जो कह रहा हूँ उसका आज्ञा पालन तुम्हें करना है। ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. हाँ, मैं जड़ के मनुष्य से जो है आलोचना अगुवाई नहीं लेना है। ഈ 2 കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. ये 2 चीज में जो है तुम्हें स्थिर ഓ रहना റെഡി है। കർത്താവേ, റെഡി. मैंने कहा परमेश्वर मैं तैयार ഞാൻ हूँ। നിന്നെ കാണിച്ച ബോർഡ് ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കണം. जो तेरा जो आगे जो दिखाया हुआ बोर्ड है वो 3 दिन के अंदर ही तुम्हें तेरे घर के सामने रखना है। സ്വാഭാവികമായിട്ട് ഭാര്യയോട് ചോദിക്കണ്ടേ, കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? अपनी पत्नी से तो पूछना पड़ेगा ये കർത്താവ് सब എന്ത് പറഞ്ഞു? चीजें। ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. मुझे परमेश्वर ने पहले ही कहा कि मनुष्य से जो है अगुवाई नहीं लेना है। അപ്പച്ചനോട് സംസാരിക്കണ്ടേ? जो दादाजी से तो बात करना पड़ेगा, പപ്പായോട് സംസാരിക്കണ്ടേ? पापा से बात करना पड़ेगा। നോ, നോട്ട് नहीं അലൗഡ്. नहीं। രാവിലെ ഞാൻ സ്കൂട്ടിയുമായിട്ട് ഇറങ്ങി. मैं सुबह स्कूटी लेकर निकल गया। ബോർഡ് ഉണ്ടാക്കുന്ന കടയിൽ ചെന്നിട്ട് പറഞ്ഞു, 8 അടി നീളം 4 അടി വീതി. बोर्ड जो बनाने वाले वहां गए 8x4
8 फुट ആ, और ഇത് 4 ആര് പറഞ്ഞു? ഈ അളവ് ആര് പറഞ്ഞു പാസ്റ്ററെ? ये जो विड्थ है, हाइट है, वो आपको किसने बताया കർത്താവ് पास्टर? പറയുമ്പോ അളവ് ഉൾപ്പെടെ പറയും. परमेश्वर जब कहता है तब जो मेजरमेंट है नाप के എവിടെല്ലാം साथ ഈ वो कहता ഹോപ്പ് है. മിഷൻ ഇന്ത്യയുടെ ബോർഡിൽ ഇരിപ്പുണ്ടോ 8 അടി നീളം 4 അടി വീതി. होप मिशन इंडिया का जहाँ कहीं बोर्ड है वहाँ 8x4 वाले मेजरमेंट में है. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വൈകിട്ട് ഇത് വെൽഡ് ചെയ്ത് പ്രൈമർ അടിച്ചിട്ട് ഞങ്ങളുടെ ചെന്നിത്തലയിൽ റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്. ചെന്നിത്തലയിൽ സുകുമാരൻ എഴുതുന്നൊരു പാർട്ടിയുണ്ട്, റൈറ്റ് ചെയ്യുന്ന ആൾ. അദ്ദേഹത്തിന് ഇന്ന് വൈകിട്ട് ഇത് കൊടുക്കണം. मैंने कहा कि आज शाम के तौर में मुझे बोर्ड बनाकर मुझे देना. वहाँ चंगीतला में हमारा रोड साइड में ही घर है, वहाँ एक जो लिखने वाले एक व्यक्ति है, उनके हाथ में मुझे लिखने के लिए देना है. അവർ കറക്റ്റ് പറഞ്ഞ പോലെ ബോർഡ് അവിടെ കൊണ്ടുവന്നു. उन्होंने जैसे ही मैंने बोला वैसे ही उस बोर्ड को वहाँ लेकर गए. ഞാൻ ആ സുകുമാരനോട് പറഞ്ഞു, സുകുമാരേട്ടാ मैंने सुकुमारेटा ऐसा कहा उनको, എനിക്ക് ബുധനാഴ്ച 7 മണിക്ക് ബോർഡ് കിട്ടണം. मुझे वेडनेसडे जो 7 बजे तक बोर्ड चाहिए, ഇല്ലെങ്കിൽ ഞാൻ പൈസ തരത്തില്ല. नहीं तो मैं पैसा नहीं दूंगा. അയ്യോ അങ്ങനൊക്കെ പറയാതെ പാസ്റ്റർ, അങ്ങനൊക്കെ അങ്ങ് പറയാതെ, നമ്മൾ മനുഷ്യരല്ലേ? तो उन्होंने कहा कि ऐसे बोलना है क्या परमेश्वर के? हम तो നമ്മൾ मनुष्य മനുഷ്യരാ. हैं. പക്ഷെ എന്നോട് പറഞ്ഞ സർവശക്തനായ ദൈവം പറഞ്ഞേക്ക് ഇന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ ഈ ബോർഡ് അവിടെ വെച്ചിരിക്കണം. हम तो मनुष्य है. जो परमेश्वर ने मुझसे बात किया वो सर्वशक्तिमान परमेश्वर है और उसने कहा 3 दिन के तौर पर उस बोर्ड को सामने रखना है നമ്മുടെ करके. ദൈവം അഭിപ്രായം പറയാൻ വന്നവനല്ല. हमारा परमेश्वर जो है अपना सजेशन बोलने के लिए नहीं നമ്മുടെ आया ദൈവം है. ഊഹാഭോഗം പറയാൻ വന്നവനല്ല. हमारा परमेश्वर ऐसे ही कुछ चीजें बोलकर जाने के लिए കർത്താവിന് नहीं മേ आया ബി है. എന്നൊരു വാക്കില്ല. परमेश्वर को मे भी करके एक वर्ड नहीं है. അതാണ് നമ്മുടെ സർവശക്തനായ वो ദൈവം. है हमारा सर्वशक्तिमान അവൻ प्रभु. പറഞ്ഞതാണ്. उसने जो कहा है वो कहा है. അവൻ പറഞ്ഞതാ കേട്ടോ. उसने जो कहा है മാറ്റമില്ല. उसने आपसे कहा है. ആ മലയാളിയാണോ ഹിന്ദിയാണോ? മലയാളി മാലുവാന. ആ യേശു കർത്താവ് പറഞ്ഞാണ്. നിനക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ്. അത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവാണ്. ബോർഡ് വെച്ചു. 7 മണിയായപ്പോൾ ബുധനാഴ്ച 7 മണിക്ക് ബോർഡ് കൊണ്ട് ഫിറ്റ് ചെയ്തു. वेडनेसडे 7 बजे को बोर्ड लेके रखा. പാസ്റ്റർ ഇവിടുത്തെ തീരുന്ന സമയം എങ്ങനെയാ പാസ്റ്റർ? ആ കുഴപ്പമില്ലല്ലേ, ആൾക്കാർ സന്തോഷമാണല്ലോ. എനിക്ക് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് വെള്ളം തന്നാൽ മതി. സ്തോത്രം. 7 മണിയാപ്പം ബോർഡ് ലോറിയെ കൊണ്ട് നിർത്തിയപ്പം എൻ്റെ വൈഫ് അകത്തുനിന്ന് പറയാണ്, സാമച്ചായ വഴി തെറ്റി ആരാണ്ട് ബോർഡും കൊണ്ട് വന്നിട്ടുണ്ട്, വഴി പറഞ്ഞു കൊടുത്തേക്കാം. 7 बजे को जब एक लोरी लेकर एक बोर्ड लेकर आए थे तब मेरी पत्नी मुझे कहती है समझाया शायद गलती से कोई राह भटक कर एक बोर्ड लेकर आए हमारे ഞാൻ घर के പറഞ്ഞു सामने. വഴി തെറ്റി വന്നതല്ല, നമുക്കുള്ള ബോർഡാ. मैंने कहा राह भटकर नहीं आए हैं, वो हमारे लिए Thank you, बोर्ड thank है. ആ നമുക്കുള്ള ബോർഡാണോ? तो उन्होंने पूछा कि हाँ हमारे लिए बोर्ड है. വാ ഇറങ്ങി വരാൻ പറഞ്ഞു. तो मैंने कहा कि उतर आ जाओ. എന്തോ എഴുതിയിരിക്കുന്നേ? क्या लिखा गया है? അവള് നോർത്ത് ഇന്ത്യ ജനിച്ചു വളർന്നതാണ്. वो नॉर्थ इंडिया से जन्म होके आई है. മലയാളം വായിക്കാനും എഴുതാനും അറിയാം. उनको मलयालम लिखने और पढ़ने नहीं आता. പെറുക്കി വായിക്കും. पकड़ कर उन्होंने ഞാൻ पढ़ പറഞ്ഞു लिया ചുമ്മാ थोड़ा അത് बहुत. വായിച്ചു നോക്ക് എന്തോ നോക്കേ. मैंने उनसे कहा कि जरा पढ़कर देखो क्या लिखा है उधर. ദാമ അദമ്മ. ഞാൻ പറഞ്ഞ അദമയല്ല, ആത്മഹത്യ അരുത്. मैंने कहा अदमा नहीं आत्महत्या. വായിച്ചു കേൾപ്പിച്ചു. मैंने उसको पढ़कर सुनाया. അടുത്ത എന്താ സംഭവിച്ചെന്നറിയോ? फिर क्या हुआ? എന്റെ സാമച്ച ഇങ്ങനൊന്നും ചെയ്യരുത്. उन्होंने कहा सर बच्चा ये सब ना करिए. ഇതൊന്നും ആരും ബോർഡ് വെക്കത്തില്ല ഇങ്ങനെ. ऐसा कुछ बोर्ड कोई नहीं रखता. യേശു ക്രിസ്തു രാജാവായി വരുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു. यीशु क्रिस्त राजा होकर आ रहे, यीशु पाप को छुड़ाता है. അപ്പച്ചനെ വിളിച്ചു ചോദിരേ. दादाजी को बुलाकर പപ്പായെ आप पूछे. വിളിക്ക്. पापा को जरा पूछो आप. അപ്പൊ അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിലോ? तो अगर मैंने उनसे अगुवाई मांग ली तो ബോർഡ് വെക്കാൻ പറ്റുമായിരുന്നോ? बोर्ड क्या मैं रख पाता? പറ്റത്തില്ല. नहीं. അതാ കർത്താവ് പറഞ്ഞ അഭിപ്രായം ചോദിക്കണ്ടായിരുന്നു. इसलिए परमेश्वर ने कहा ഞാൻ सजेशन ना പറഞ്ഞു ഇനി पूछे. ദൈവം നമ്മോട് പറഞ്ഞിട്ട് വെക്കുകയാണ്, ഇതിന്റെ അകത്ത് അത്ഭുതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, നീ കണ്ടോളാൻ പറഞ്ഞു. मैंने कहा कि परमेश्वर ने हमसे बोलकर मैंने ये रखा है, इसमें बहुत बड़ी एक अद्भुत है, तुम देख लो. ദൈവമക്കളെ സാധാരണ വെക്കുന്ന ബോർഡല്ല ഇത്. ये एक साधारण रीति में रखने वाली ഈ एक ബോർഡ് बोर्ड എവിടെ नहीं വെക്കുന്നോ ആ വീട്ടിൽ ആത്മഹത്യ സംഭവിച്ചിരിക്കും. थी. जिस जगह में उस बोर्ड रखा है उस जगह में वहाँ आत्महत्या होने वाली കേരളത്തിലെ है. പല ഹൈവേയിലും എം സി റോഡിലും ഞങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ട്. बहुत सारे एमसी रोड में हाईवे में ये बोर्ड रखा है हमने. അവരെയൊക്കെ വീടുകളിൽ ഞങ്ങൾ യേശുവിന്റെ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. आमेन. उस जगह में सब यीशु के लहू के द्वारा उनको जो है मोहर बन करके प्रार्थना करते रह रहे हैं. ബിക്കോസ് പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പോരാടണം. प्रार्थना में उनके लिए लड़ना है. ഇത് സാധാരണ ഒരു ബോർഡല്ല. ये साधारण एक बोर्ड ഇത് नहीं है. എനിക്കറിയാം. ये मुझे पता है. ദൈവമക്കളെ ബോർഡ് മേളിൽ ഫിറ്റ് ചെയ്ത് അവർ പോയി.
बोर्ड वो लोगों ने लगाकर वो चले गए। ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. नहाने सब के बाद मैंने वहाँ फैमिली प्रेयर आरंभ किया। കുടുംബ പ്രാർത്ഥന തീർന്നു കഴിഞ്ഞ എൻ്റെ വൈഫ് കിച്ചണിൽ കയറിയ സമയം പെട്ടെന്ന് फैमिली प्रेयर होने के बाद मेरी वाइफ जो है किचन में प्रवेश करने के समय में ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഗേറ്റ് ലോക്ക് ചെയ്തായിരുന്നു. मैंने प्रार्थना के बाद जो है वो गेट बंद कर दिया था। ആ സമയത്ത് ഞാൻ നോക്കി പുറത്ത് ഗേറ്റ് കിടന്ന് ആരാണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു. मैंने देखा तो उस गेट को हिलाते हुए कोई बहुत बड़ी आवाज बना रही അച്ചായോ है। അച്ചായോ ഈ ഇത് തുറന്നേ. अच्छा ये जरा खोलो करके। ഞാൻ ഇറങ്ങി ചെന്നു. എന്താ വിഷയം? എവിടെ मैं निकल कर गया क्या है विषय देखने के लिए। കള്ളുകുടിയനല്ല, ഒറ്റയ്ക്കല്ല, ഫാമിലിയാ. वो अकेले नहीं है, वो फैमिली तौर पे आए കൂടെ ഒരു हैं। മോനുണ്ട്, ഇതേപോലെ ഒരു കുഞ്ഞുമുണ്ട്. ऐसा एक छोटा सा बच्चा भी थे उनके ഞാൻ साथ। ചോദിച്ചു എവിടുന്നാ ഇതൊന്ന് തുറക്കാ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഈ ഗേറ്റിന്റെ ചാവി ഉണ്ടെന്ന് തുറന്ന് അവരെ സീറ്റ് വെട്ടി കൊണ്ടിരുത്തി. मैंने पूछा वो कहाँ से, उन्होंने बोला मैं जरा खोल दीजिए। मैंने जल्दी से उनको खोलकर सिट आउट में जाके बिठा दिया। അവരെ അവിടെ കൊണ്ടിരുത്തി ഞാൻ അവരോട് സംസാരിച്ചു. उनको वहाँ बिठाकर मैंने उनसे बात की। സൗദി അറേബ്യയിൽ ഗൾഫ് കൺട്രി ജോലിയായിരുന്നു. उनका सऊदी अरेबिया में गल्फ कंट्री में उनका काम नौकरी था। അവർക്ക് ഒരു വീട് വെച്ചത് വളരെ പൈസ ഇല്ലാതെ കടം മേടിച്ചൊക്കെയാണ് ആ വീട് വെച്ചത്. वहाँ सब उन्होंने घर रखा, बहुत ही पैसा को बनाकर लोन लेकर उन्होंने वहाँ घर रखा। പക്ഷെ അത് 9 മാസമായിട്ട് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ ഇതെല്ലാം മുടങ്ങി അവസാനം ജപ്തിയിലേക്ക് പോവുകയാണ്. 9 महीने से उनका नौकरी जो है वो रुक गया, उसके कारण से लोन भी सब रुक गया था। ആകപ്പാടെ ഫിനാൻഷ്യലി തകർന്നു കിടക്കുന്ന കുടുംബം. फाइनेंशियली बहुत ही तौर से वो लोग नष्ट हो गया, ऐसा एक कुटुंब था। അന്ന് ആരാണ്ടോടെ കാശ് കടം മേടിക്കാൻ പോയത് കിട്ടിയില്ല. അത് വളരെ നിരാശയോടെ അവർ മടങ്ങി വരികയാണ്. वो लोग ने किसी से तो पैसा मांगने के लिए वो गए थे, वहां से नहीं मिला, बहुत निराशित होकर वो वहां आए थे। അവർ ആ ഞങ്ങളുടെ ചെന്നിത്തല കല്ലുമൂടി ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങിയതിന് ശേഷം चंगीतला में वहां एक जंक्शन में एक बस उतर आया ही उस समय में അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് കയറും മേടിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് അവർ ഈ ബോർഡ് കാണുന്നത്. रस्सी खरीद कर वो लोग अपना जीवन को अंत करने का एक समय में वो लोग ने वो बोर्ड देखा। അന്ന് വരെ കാണാത്തൊരു ബോർഡ് അവർ വീടിന്റെ മുകളിൽ കാണുന്നു. तब तक नहीं देखा ऐसा एक बोर्ड उन्होंने उस घर के सामने അതാണ് അവർ ആ देखा। വീട്ടിലേക്ക് കയറി വരാൻ കാര്യം. उस वजह से वो उस घर के अंदर वो प्रवेश करने का ഞാൻ एक പറഞ്ഞു निर्णय लिया। സുരേഷ് എന്നാണ് അവന്റെ പേര്. सुरेश करके उनका नाम था। ഞാൻ പറഞ്ഞു സുരേഷ് എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ല. मैंने कहा मैं तुम्हें नहीं जानता, तुम मुझे नहीं जानते हो। പക്ഷെ നമ്മളെ അറിയാവുന്ന ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. आमेन। पर हमें जो जानता है वो परमेश्वर आपके विषय में जो है वो उतर आने वाला നിന്റെ है। വിഷയത്തിൽ ഇടപെട്ടത് മന്ത്രി അല്ല, MLA അല്ല. मैं तेरे विषय में जो प्रवेश करने वाला है वो कोई मंत्री MLA नहीं है। സർവശക്തനായ ദൈവം ഇടപെട്ടു. वो सर्वशक्तिमान परमेश्वर जो है നീ वो അത് उतर आने वाला വിശ്വസിക്കുന്നുണ്ടോ? है। क्या आप विश्वास करते हो? അവൻ വാ വിട്ട് കരയാൻ തുടങ്ങി. वो मुंह को खोल के चिल्ला के रोने लग गया। ഞാൻ പറഞ്ഞു നീ ദൈവത്തോട് നിന്റെ പാപങ്ങൾ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. मैंने कहा तू अपने पाप को कबूल करके परमेश्वर के അവർ सामने ഭാര്യ रखो। ഭർത്താവും രണ്ടുപേരും നെഞ്ചത്തടിച്ചു കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. पति पत्नी ने अपने छाती पीट कर परमेश्वर की उपस्थिति में अपने पाप को कबूल करते हुए क्षमा मांगते हुए ഞാൻ प्रार्थना യേശു किया। ക്രിസ്തുവിന്റെ നാമം ചൊല്ലി തലയിൽ കൈവച്ചു. मैंने यीशु मसीह के नाम को लेकर उनके सिर पर हाथ रखा। രണ്ടുപേരിലും വ്യാപരിക്കുന്ന ഈവിൾ സ്പിരിറ്റ് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞു. दोनों के ऊपर जो प्रवेश किया हुआ एक अंधकार की सामर्थ्य है वो निकलने के लिए मैंने प्रार्थना किया। രണ്ടുപേരിലും വ്യാപരിച്ച സൂയിസൈഡ് സ്പിരിറ്റ് അഴിഞ്ഞു. दोनों के अंदर व्यापार करने वाला एक इविल एक सुसाइडल स्पिरिट जो है उनके अंदर से हट നിലത്ത് गया। കിടന്ന് അവർ ഉരുണ്ടു. वो लोग नीचे जमीन में जो है वो तड़प रहे थे। അവരിൽ നിന്ന് ആ ശക്തി വിട്ടുമാറി. उनके अंदर से वो जो शक्ति है वो हट गई। രണ്ടുപേരും ചാടി എഴുന്നേറ്റു. दोनों लोग जो है कूद कर उछल ഞാൻ പറഞ്ഞു खड़े हो യേശു गए। കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. मैंने कहा यीशु मसीह ने आपके जीवन में आपके സമാധാനത്തോടെ വീട്ടിൽ उन्होंने പോയിക്കോ. काम किया है। समाधान रूप में आप घर पे ആ जाइए। സുരേഷനോട് പറഞ്ഞ 5 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല പാസ്റ്റർ എന്ന് उन्होंने പറഞ്ഞു. कहा कि 5 महीने से हम नहीं ഞാൻ सोए പറഞ്ഞു ഇന്ന് पास्टर। രാത്രി നീ ഉറങ്ങും. मैंने कहा आज रात तुम सोने वाले हो। പൊയ്ക്കോളാൻ പറഞ്ഞു. मैंने बोला आप जाइए। ഉച്ചയ്ക്ക് 12 മണിക്ക് മനുഷ്യൻ ഓടി വരികയാണ് വീട്ടിലോട്ട്. रात के 12 बजे वो दौड़ कर आ रहे हैं घर पे। രാത്കോ അല്ല പകല് सुबह के 12 बजे वो आ रहे दौड़ कर। ഓടി വരുന്ന സമയം ഞാൻ ചോദിച്ചു എന്താ സുരേഷ് പറ്റിയത്? दौड़ कर आ रहे। मैंने पूछा क्या हुआ सुरेश? യേശു വലിയവനാച്ചാ. यीशु मसीह बहुत ही बड़ा എന്നെ महान है। സൗദി അറേബ്യയിൽ നിന്ന് അറബി വിളിച്ചു. मुझे सऊदी अरेबिया से उस अरबी ने कॉल നിന്റെ किया। പുതിയ വിസ സ്റ്റാമ്പ് കേറി വാ പെട്ടെന്ന്. मैंने एक नया वीसा स्टैम्प किया, तुम चढ़ कर आओ। कहा ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ കരം അവന് മേടിച്ചഴിച്ചു. एक दिन रात के तौर पर परमेश्वर की हाथ जो है उनके ऊपर पड़ी। ഞാൻ നോക്കിയപ്പോൾ രണ്ടാമത്തെ ദിവസം വേറൊരാൾ കയറി വന്നു. दूसरे दिन कोई और हमारे घर के अंदर 2 प्रवेश കിഡ്നി किया। ഫെയിൽ ആയ ഒരു മോളെയും കൊണ്ട് കയറി വന്നു. 2 किडनी फेल हुआ, एक लड़की के അത് साथ वो आए। കഴിഞ്ഞപ്പോൾ ബാങ്കിന്റെ മാനേജറായിരുന്നു HSBC ബാങ്കിന്റെ മാനേജർ ഒരു മോളെയും കൊണ്ട് റോത്രോസ് കുടുംബം അവൾ മെന്റൽ പ്രോബ്ലം ആയി അവളെ കൊണ്ട് കയറി വന്നു. दूसरा एक बेटी को लेकर एक बैंक के मैनेजर लेकर आए। ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ ഈ ബോർഡ് വെച്ച് ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ? मैंने परमेश्वर से पूछा परमेश्वर ये बोर्ड लगाकर सिर्फ मुझे यहाँ बैठना ही है क्या? കർത്താവ് പറഞ്ഞു ഞാൻ ഡെമോ കാണിക്കുക.
परमेश्वर ने मुझे कहा कि मैं ഞാൻ बस डेमो പറയുന്ന दिखा रहा हूं। അനുസരിച്ചാൽ എന്തൊക്കെ സംഭവിക്കുക നിന്നെ കാണിച്ചു अगर തരിക. तुमने मेरी इस बात को सुनकर आज्ञा पालन की तो കേരളത്തിലെ क्या-क्या എല്ലാ होने वाला ജില്ലയിലും है? ഹൈവേയിൽ ഈ ബോർഡ് ഇരിക്കണം. ये सारे जो हाईवे में है केरला के वहाँ ये बोर्ड रहना चाहिए. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ MC റോഡിൽ NH ഞങ്ങൾ ഈ ബോർഡ് വെക്കാൻ തുടങ്ങി. कासरगोड से लेकर तिरुवनंतपुरम तक MC रोड में NH रोड में सारे जो है ये बोर्ड रखा गया. 2017 ഞങ്ങൾ ബോർഡ് വെക്കാൻ ആരംഭിച്ചു. 2017 में हमने ये बोर्ड रखना आरंभ അതേപോലെ किया. അവയർനെസ് പ്രോഗ്രാം ആരംഭിച്ചു. फिर एक अवेयरनेस प्रोग्राम स्टार्ट किया. ഞങ്ങളുടെ വാഹനത്തിന്റെ മുകളിൽ ഫ്ലക്സ് കെട്ടിയ സാധനം കൊണ്ട് ട്രാഫിക്കിനകത്തിടും. हम ऐसा फ्लेक्स लगाकर ट्रैफिक में वो ऐसा लगा कर എവിടെല്ലാം रखते थे. ട്രാഫിക് ഉണ്ട് അവിടെല്ലാം ഞങ്ങളുടെ വണ്ടി കൊണ്ട് പാർക്ക് जहाँ ചെയ്തിരിക്കും. जहाँ ट्रैफिक है वहाँ सब हमारा वाहन को एक फ्लेक्स लगाकर पार्क അവിടെല്ലാം करते थे. അവയർനെസ് പ്രോഗ്രാം നടത്തും. वहाँ सब जगह एक अवेयरनेस प्रोग्राम करते കേരളത്തിൽ थे. ഞങ്ങൾക്ക് 2700 പരം പ്രോഗ്രാം നടത്താൻ കർത്താവ് ഇടയാക്കി. 2000 से अधिक प्रोग्राम जो है केरल में हमें परमेश्वर ने करने के ഈ लिए सहायता ബോർഡ് किया. കണ്ട് നൂറുകണക്കിന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ये बोर्ड को देखकर 100 से अधिक लोग जो है बुलाने लग गए. സിനിമാ നടന്മാരുണ്ട്, जो एक्टर लोग थे उसमें, സിനിമ ഡയറക്ടേഴ്സ് ഉണ്ട്, जो सिनेमा की डायरेक्टर लोग थे അമ്പലത്തിലെ उसमें, പൂജാരികളുണ്ട്, जो मंदिर के पुजारी लोग थे उसमें, മലപ്പുറത്തെ കാക്കാമാരുണ്ട്. मुस्लिम लोग भी थे उसमें. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? നമ്മുടെ क्या കഴിവൊന്നുമല്ല. हमारे कोई एबिलिटी से नहीं. ദൈവനാമ മഹത്വത്തിന് പറയട്ടെ. परमेश्वर की महिमा के लिए मैं ये മോർ कहता ദാൻ हूँ. 10,000 ആൾക്കാരെ ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. 10,000 लोग से अधिक लोगों को रिकवर करने के लिए परमेश्वर ने सहायता किया. ഹല്ലേലൂയ. आमेन. കഴിഞ്ഞ 2 हालेलुया. മാസം മുമ്പ് നിങ്ങൾക്കറിയാം, സിനിമാ നടൻ ജനാർദ്ദൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാക്കി. 2 महीने पहले एक एक्टर है जनार्दन करके, उनके घर पे जाकर 3 घंटे हमें प्रार्थना करने के लिए अवसर मिला. ദൈവത്തിന്റെ കരുണ കണ്ടോ? ഒരു മനുഷ്യൻ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അവനെ ഉപയോഗിക്കും. परमेश्वर का जो एक दया है, करुणा है कि अगर एक जन खड़ा होने के लिए तैयार है, परमेश्वर उनके साथ रहेगा. പക്ഷെ നമ്മൾ വൃതസ്ഥരായിരിക്കണം. അതാ വിഷയം. അത് മോള് പറയാൻ ഇച്ചിരി പാടുവിടും. അത് വൃതസ്ഥൻ എന്നാ ചിലതിനോടൊക്കെ നമ്മൾ നോ പറയണമെന്ന്. कुछ चीजों को हमें नो कहना है. ഇതിന്റെ പുറകെ നടക്കാൻ പാടില്ല. इसके पीछे हमें नहीं चलना है. ഇതിന്റെ പുറകെ നടക്കാൻ इसके पीछे ഞാൻ ഈ വചനം എടുക്കാഞ്ഞതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നറിയോ? मैं ये वचन के पीछे क्यों नहीं पहले नहीं लिया था. ഇതിന്റെ അകത്ത് കിടന്ന് മുഴുവൻ കളി ഞാൻ കണ്ടതാ. इसके अंदर जो कुछ गेम्स होता है वो सब मैंने देखा അതുകൊണ്ട് है. എനിക്ക് ഈ വചനം എടുക്കാൻ പേടിയായിരുന്നു. ഞാൻ എടുക്കത്തില്ലായിരുന്നു. इसके लिए वचन लेने के लिए मुझे डर था, इसलिए मैं नहीं ले रहा പക്ഷെ था. കർത്താവിന്റെ ഒരു വാക്ക് പറഞ്ഞു. पर परमेश्वर ने मुझसे एक शब्द कही. ഞാൻ നിന്നെ മുഖം നോക്കാതെ ദൂത് പറയാൻ വിളിച്ചിറക്കിയിരിക്കുകയാണ്. मैंने तुझे बिना मुंह को देकर वाणी ഒരു देखने के लिए മനുഷ്യന്റെ पुकारा है. കവർ നോക്കി നീ നിൽക്കരുത്. तो किसी का एक मनुष्य का भी कवर देखकर नहीं പറഞ്ഞു खड़े रहना പറഞ്ഞു है. ദൂത് പറഞ്ഞു പോയിക്കോണം. जो वाणी दिया है उसको कहते जाना എന്റെ है. മുഖത്തോട്ട് നീ നോട്ടം നോക്കിക്കോണം. तू सिर्फ मेरे मुंह को देखना. आमेन. നീ എന്ന് हालेलुया. മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നു അന്ന് തെണ്ടാൻ തുടങ്ങും. तू जिस दिन मनुष्य का मुंह को देखेगा तब से तू हालेलुया व्यर्थ हो जाएगा. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ദുബായ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് जब हम दुबई में बिजनेस करते थे ഞങ്ങൾക്ക് तब മാറി മാറി കൊണ്ടുപോകാൻ വണ്ടി ഉണ്ടായിരുന്നു. हमें बदल बदल कर जाने के लिए ഞങ്ങൾക്ക് गाड़ियां ഇഷ്ടം പോലെ थी. ട്രക്കുകൾ ഉണ്ടായിരുന്നു. बहुत सारे ट्रक थे हमारे पास. ഇതെല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ബസ് കയറിയാണ് 1 വർഷം തിരുവല്ല ചർച്ചിൽ വന്നുകൊണ്ടിരുന്നത്. एक साल जो है तिरुवल्ला चर्च में हम बस में चढ़कर हम केरल में सभा में जाते ഒരു थे. മനുഷ്യനോട് ഞങ്ങളുടെ ഇല്ലായ്മ ഞങ്ങൾ പറയത്തില്ലായിരുന്നു. एक भी इंसान के सामने हम हमारी जो जरूरतों को नहीं रखते थे. ദൈവവുമായിട്ട് പറയും, കർത്താവേ ഞങ്ങളെ കർത്താവ് ഈ ദേശത്ത് അയച്ചെങ്കിൽ കർത്താവ് സോഴ്സസ് ഒരുക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകും, അല്ലെ പോകത്തില്ല. परमेश्वर से हम कहते थे, परमेश्वर तूने हमें यहाँ लेकर आया, अगर तू स्रोता नहीं खोलता हम आगे नहीं बढ़ पाएंगे ഞങ്ങളുടെ करके. അപ്പച്ചൻ ഭയങ്കര പാട്ടുകാരനായിരുന്നു. हमारा दादाजी बहुत ही बड़ा एक गीत रचने वाला था. ഞാനൊരു 10 വർഷമായിട്ട് ഒരു പാട്ടിന്റെ പുറകെയാണ്. 10 साल मैं एक गीत के पीछे पड़ा था. ഇതുവരെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. अभी तक वो आगे नहीं बढ़ा है. 2016 എൻ്റെ ആദ്യത്തെ 4 വരി എഴുതിയതാ. 2016 में पहले के मैंने 4 लाइंस बनाया പക്ഷെ था. പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. उसके आगे वो नहीं बढ़ा. കർത്താവ് പറഞ്ഞു, നീ ഇരിക്കെ പോകൂ. അത് परमेश्वर ने कहा तुम बैठ जाओ, वो आगे चला जाएगा. ഞങ്ങൾ അവിടുന്ന് സെന്റ് ഓഫ് തന്നപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാമേ കൂടൊണ്ടറാ. वहाँ जो सेंड ऑफ सब देने के बाद मुझे बहुत सारे लोग ने गले लगाकर कहा, सैम हम तेरे साथ है. ഒന്നും നിങ്ങൾ ഭാരപ്പെടണ്ട, तू कुछ भी समस्या के लिए तू चिंतित ഞങ്ങളെല്ലാം ना रहे. കൂടൊണ്ടാണ്ടി. हम सब तेरे साथ है. तो ആരുമില്ലായിരുന്നു. कोई नहीं था. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ എഴുതി, मैंने अपने घर पे जाकर मैंने ये गीत लिखा. ഓർക്കാമെന്നു പറഞ്ഞോർ മറന്നു പോയാലും ഓർത്തിടുന്നൊരു ദൈവം കൂടെയുണ്ടെന്നും. ഓർക്കാമെന്നു പറഞ്ഞോർ മറന്നു പോയാലും
ഓർത്തിടുന്നൊരു ദൈവം കൂടെയുണ്ടെന്നും വാക്കുമാറുകില്ല, വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ടെന്നും വാക്കുമാറുകില്ല, വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ടെന്നും വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ടെന്നും ഓർക്കാമെന്നു പറഞ്ഞോർ മറന്നുപോയാലും ഓർത്തിടുന്നൊരു ദൈവം കൂടെയുണ്ടെന്നും. നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിന്റെ ബാക്കി മുന്നോട്ട് പോകാൻ. आप जरा प्रार्थना कीजिए कि इसके आगे भी हम गाना को लिख के करके. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ചിലതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കണം. अगर परमेश्वर की आत्मा हमारे अंदर है thank you, और परमेश्वर ने Jesus. कुछ कहा है करने के लिए, Hallelujah. तो हमें वो करना है. ദൈവമക്കളെ, അന്ന് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ അനേക സ്ഥലം, കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ്, ഇവിടെ മധ്യപ്രദേശിലെ ഗാണ്ടുവ ഒരു സ്ഥലത്തിൽ നമ്മൾ ഈ ഇച്ചിരി ഉള്ളേരിയയിൽ പോയി ആദിവാസികളുടെ ഏരിയയിലൊക്കെ പോയി കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി. हम सिर्फ केरल में ही नहीं पर बहुत सारे मध्य प्रदेश में ऐसे बहुत सारे जगह में हम जाकर परमेश्वर के लिए हम आदिवासियों के बीच में भी हमने सेवा किया. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്തു പറയുന്നോ അതനുസരിക്കണം. पवित्र आत्मा ने जो आपसे कही है वो आपको आज्ञा पालन करना है.